ഓൺലൈൻ PDF എഡിറ്റർ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ചതി പറ്റിയിട്ടുണ്ടോ? നോക്കൂ, നമ്മളൊരു PDF എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? അതിൻ്റെ PDF എഡിറ്റർ ഉള്ള ആളുകൾക്ക് അത് ഓക്കെ, ആ ടൂൾസ് നിങ്ങളുടെ സിസ്റ്റത്തിലുണ്ടെങ്കിൽ അത് ഓക്കെ, അതല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമ്മൾ എളുപ്പത്തിൽ ചെയ്യാൻ നോക്കും അല്ലേ? ഇപ്പോൾ ഇത് നോക്കൂ, നമ്മൾ ഈ ഒരു ഡോക്യുമെന്റ് ഡിവൈസിന് ഓപ്പൺ ചെയ്യും അല്ലേ? നമുക്ക് ഞാൻ ഐ ജസ്റ്റ് ഷോ ദ അതർ സൈഡ് ഓഫ് ഇറ്റ്. PDF എഡിറ്റർ ഉപയോഗിച്ചിട്ട് ഇത് ഓപ്പൺ ഫ്രം ദ ഡിവൈസ് എന്നുള്ള അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡോക്യുമെന്റ് എടുക്കുന്നു. നമ്മൾ വേണ്ട എഡിറ്റിംഗ്, ഇപ്പോൾ ഞാനൊരു ഇൻഷുറൻസ് ആവശ്യത്തിന് വേണ്ടിയാണ് അത് ചെയ്തത്. ഒരു 6 പേജോളം ഉണ്ടായിരുന്നു. 6 പേജ് അറിയാലോ, PDF എഡിറ്റർ നമ്മൾ ഓൺലൈനായിട്ട് സിസ്റ്റത്തിൽ ബ്രൗസറിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഇറ്റ് വിൽ ടേക്ക് ലോങ് ടൈം, ബിക്കോസ് ഓരോ ടെക്സ്റ്റ് ഫീൽഡ് എൻ്റർ ചെയ്യാനായിട്ട് ഒരുപാട് സമയം എടുക്കും. അങ്ങനെ എൻ്റർ ചെയ്ത് ഒരു 6 പേജ് ചെയ്തപ്പോൾ നിയർലി 20-25 മിനിറ്റ്സ് അതിന് വേണ്ടി വന്നു. എന്നിട്ട് ഞാനത് ഡൗൺലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ ദേ ആസ്ക് ഫോർ പേയ്മെൻറ്റ്. ഓക്കെ, ഇതാണ് എക്സ്പോർട്ട് ഓപ്ഷൻ ഉള്ളത്. ഇതിപ്പോൾ ഞാൻ ചെയ്യാത്തതുകൊണ്ട് ഇതിൽ ആക്റ്റീവ് അല്ല. എക്സ്പോർട്ട് ഓപ്ഷൻ ചെയ്യുമ്പോൾ അതിനകത്ത് ഇറ്റ് വിൽ ആസ്ക് ഫോർ ദ പേയ്മെൻറ്റ്. മറ്റൊരു ടൂൾ വെച്ചിട്ട് ഞാൻ അത്രയും സമയം എടുത്ത് വീണ്ടും 6 പേജോളം ഒരു അരമണിക്കൂറോളം പിന്നെയും സ്പെൻഡ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ ഓക്കെ ഇനി 68 രൂപയുള്ളൂ, അപ്പോൾ അതൊന്ന് പേ ചെയ്യാമെന്ന് വിചാരിച്ചു. പേ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3900 രൂപ. അതായത് ഇതൊരു ട്രയൽ പീരീഡ് ആണ്. ട്രയൽ പീരീഡ് കഴിഞ്ഞ സമയത്ത് ഓട്ടോ ഡെബിറ്റ് ആയിട്ട് 3900 രൂപയോളം പിടിക്കും എന്നുള്ള രീതിയിൽ. ആക്ച്വലി അത് അങ്ങനത്തെ ഒരു മാൻഡേറ്റിനുള്ളൊരു ചെക്ക് ബോക്സോ അങ്ങനെ ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല. ആക്ച്വലി 68 രൂപയുടെ ഇത് മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. ദെൻ വി ആർ പേയിങ്. അത് ഞാൻ കാർഡ് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ അങ്ങനെയും ചെയ്തിട്ടില്ല. ദാറ്റ് ഐ ഓപ്റ്റഡ് ഫോർ മേ ബി ലേറ്റർ എന്നുള്ള രീതിയിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ മെയിലിൽ വന്നു ലൈക്ക് 7-ാം തീയതി, ലൈക്ക് ഞാൻ ചെയ്തത് 2-ാം തീയതി ആയിരുന്നു. 7-ാം തീയതി ഇതിൻ്റെ അകത്ത് ചാർജ് ചെയ്യുന്ന രീതിയിൽ ലൈക്ക് 3900 ഓട്ടോ ഡെബിറ്റ് ഈ മാൻഡേറ്റ്. സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ആക്സിസ് ബാങ്കാണ്, അപ്പോൾ SI ഹബ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പോയി നോക്കുമ്പോൾ അതിനകത്ത് പാസ്വേഡൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. സോ ഇറ്റ് വിൽ ടേക്ക് ലോങ്. അപ്പോൾ ആൾക്കൊരു 30 സെക്കൻഡ് ആണ് നമുക്ക് OTP വരുന്നത് എൻ്റർ ചെയ്യാൻ. അപ്പോൾ അത് വരുന്നത് സ്പാമിലേക്ക് ആയിരിക്കും വരുന്നത്. ഇറ്റ്സ് ഓൾ കോംപ്ലിക്കേറ്റഡ്. അത് നമ്മൾ എൻ്റർ ചെയ്യാനുള്ള സമയമൊക്കെ അപ്പോഴേക്കും റീജനറേറ്റ് ചെയ്യേണ്ടി വരും. സോ ലൈക്ക് ദാറ്റ് കപ്പിൾ ഓഫ് ടൈംസ് ഐ ട്രൈഡ്. അതിനുശേഷം എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇറ്റ്സ് ഷോയിങ് ഇന്റർണൽ സെർവർ എറർ. അപ്പോൾ ഞാൻ അന്നത്തെ ശ്രമം ഉപേക്ഷിച്ചു. അടുത്ത ദിവസം നോക്കി, അടുത്ത ദിവസം സെയിം. അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസം ഇറ്റ്സ് അഗെയിൻ ഷോയിങ് ഇന്റർണൽ സെർവർ എറർ. അപ്പോൾ ഞാൻ മെയിൽ അയച്ച് ആക്സിസ് ബാങ്കിന്റെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്തപ്പോൾ ചാറ്റിൽ കോൺടാക്ട് ചെയ്ത് ട്രൈ ഡിഫറെൻറ്റ് തിങ്സ്. ബ്രൗസർ മാറ്റി ട്രൈ ചെയ്യും, അപ്പോൾ ചിലപ്പോൾ ശരിയാവും. ആക്ച്വലി 3 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഓഫ് കോഴ്സ് അങ്ങനെ വരാം. നമുക്ക് കുക്കീസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ടെമ്പററി ഫയൽസ് ഒക്കെ അവിടെ കിടക്കുമ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത കാര്യങ്ങൾക്ക് അങ്ങനെ വന്നേക്കാം. ഞാനത് വേറെ ബ്രൗസറിൽ ട്രൈ ചെയ്തപ്പോഴും ഇറ്റ്സ് ഷോയിങ് ഇന്റർണൽ സെർവർ എറർ. അപ്പോൾ അവർ കസ്റ്റമർ കെയറിലെ ലേഡി പറഞ്ഞു ഓക്കെ ട്രൈ ദ മെർച്ചന്റ് സൈറ്റ്, അവിടെ പോയിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നോക്കൂ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ട്രൈ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ക്യാൻസൽ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. ഇവിടെ എവിടെയും ഇത് കണ്ടോ, ഇതിൻ്റെ അകത്തൊന്നൊരു ഓപ്ഷനേ ഇല്ല. ഇതൊന്നും ക്ലിക്കബിൾ അല്ല. ഇറ്റ്സ് നോട്ട് ഈവൻ ക്ലിക്കബിൾ. ഇവിടെ ഒന്നും ഒരു ഓപ്ഷൻ ഇല്ല. സോ ഐ എം ജസ്റ്റ് ഷോയിങ് ദ ടൂൾ. ഇവിടെ ഒന്നും ക്യാൻസൽ ചെയ്യാൻ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ട്രയൽ ഇതൊന്നും നമ്മൾ കൊടുത്തിട്ടുള്ളതല്ല, നമ്മൾ ഓപ്റ്റ് ചെയ്തോ കൊടുത്തിട്ടുള്ളതൊന്നുമല്ല. ദെൻ ജസ്റ്റ് ഷോയിങ് ദിസ്. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഡിലീറ്റ് ചെയ്തുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ക്യാൻസൽ ചെയ്തു ഓൾറെഡി. ഐ ടെൽ യു ഹൗ ഐ ഫൗണ്ട് ദാറ്റ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ വരുന്നത് അതുകൊണ്ടാണ്. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് കംസ്. ഇവിടെ എവിടെയും അതിനുള്ളൊരു ഓപ്ഷൻ ഇല്ല. ക്യാൻസൽ ചെയ്യാനുള്ള സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യാനുള്ളൊരു ഓപ്ഷന് ഇവിടെ ഇല്ല. എന്നിട്ട് ആക്ച്വലി അത് വരുന്നത് ഇതിൻ്റെ അകത്ത് ഏറ്റവും താഴെ വരുന്ന സമയത്ത് അവിടെ ഒരു അൺസബ്സ്ക്രൈബ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. സോ ഇറ്റ്സ് നോട്ട് ആക്സസിബിൾ ഹിയർ. സോ ഐ ഹാവ് നോ മീൻസ് ടു ഷോ യു ഹൗ ഐ ഗോട്ട് ഇറ്റ്. ഇത് ആക്ച്വലി സ്ക്രോൾ ചെയ്ത് താഴെ വരുന്ന സമയത്ത് താഴെ നമ്മളിപ്പോൾ കോൺടാക്ട് എന്നൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ, അതേപോലെ കോൺടാക്ട് ഓപ്ഷൻ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. അവിടെ അൺസബ്സ്ക്രൈബ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ദാറ്റ് ഇസ് ഹൗ ഐ മാനേജ് ടു അൺസബ്സ്ക്രൈബ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ചെയ്യാനുള്ള ആവശ്യങ്ങൾക്ക് അതും 4-5 പേജൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓക്കെ 68 രൂപയല്ലേ അത് പേ ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പേ ചെയ്യുമ്പോൾ നമുക്ക് പറ്റുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊക്കെയാണ്. ലൈക്ക് ഇഫ് അറ്റ് ഓൾ നമ്മളത് നോട്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഓട്ടോ ഡെബിറ്റ് ആയതുകൊണ്ട് വിൽ എൻഡ് അപ്പ് പേയിങ്. ഇപ്പോൾ ഇത് 3000 ഉള്ളൂ. ഇമാജിൻ ഇഫ് ദർ ഇസ് എ ടൂൾ 12,000 or 15,000 ഒക്കെ ഉള്ള ടൂൾസ് ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ അറിയ പോലും ഇല്ല. ഓഫ് കോഴ്സ് നമ്മുടെ മെസ്സേജും നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചോണമെന്നില്ല. സോ ബൈ മിസ്റ്റേക്ക് ഇഫ് യു ഡു നോട്ട് നോട്ടീസ് ദെൻ യു വിൽ എൻഡ് അപ്പ് പേയിങ് ദാറ്റ് മച്ച് എമൗണ്ട്. അത് ശ്രദ്ധിക്കാൻ വേണ്ടി ഇതിൻ്റെ ഒരുപാട് നമ്മളത് ക്യാൻസൽ ചെയ്യാതിരിക്കാനുള്ള എല്ലാ അടവുകളും ചെയ്തു വെച്ചിട്ടാണ് അവരത് ഇത്തരം സൈറ്റ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ UI UX ബ്രില്യൻറ്റ് ആളുകളാണ്. അപ്പോൾ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് വെയർ ദ അൺസബ്സ്ക്രൈബ് തിങ് ഈസ്. സോ ജസ്റ്റ് ബി കോഷ്യസ്. താങ്ക് യു.